എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 1995 പുറത്തിറങ്ങിയ കോപ്പി കാറ്റ് എന്ന് പറഞ്ഞ ഒരു സീരിയൽ കില്ലർ മൂവിയുടെ കഥയാണ്. ഈ സിനിമയുടെ തുടക്കം കാണിക്കുന്നത് ഡോക്ടർ ഹെലൻ ഹഡ്സൺ, ഒരു ഫേമസ് ആയിട്ടുള്ള ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ആണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ ലെക്ചർ കൊടുക്കുകയാണ്. 20 വർഷത്തോളമുള്ള തൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, സീരിയൽ കില്ലിംഗ് കേസസ് ഹാൻഡിൽ ചെയ്തതിൻ്റെയും ഈ സീരിയൽ കില്ലേഴ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാണ്. ഇത്രയും നാളും അവിടെ ഉണ്ടായ ഓരോ കേസ് ഇങ്ങനെ എടുത്തിട്ട് അവരത് ചെയ്യാനുണ്ടായിരുന്ന കാരണവും അവരുടെ അത് കഴിഞ്ഞിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നല്ല ക്രൂവൽ ഫേസസ് ഉള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല ഇത് ചെയ്യണത്. നല്ല സുന്ദരന്മാരായ, സമൂഹത്തിൽ നല്ല മാന്യമായിട്ട് ജീവിക്കുന്നതും ഇടപെടുന്നതുമായ ആൾക്കാരായിരിക്കും. നമ്മൾ ഒരിക്കൽ പോലും അവരങ്ങനെയാണെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. പെട്ടെന്ന് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു പരിചിതമായ ഫേസ് കാണുകയാണ്. കുറച്ച് നാൾ മുമ്പ് ഡോക്ടർ ഡീൽ ചെയ്ത ഒരു സീരിയൽ കില്ലർ ഉണ്ടായിരുന്നു, ഡാരിൽ ലീ കല്ലം. അന്ന് ഡോക്ടർ അയാൾക്കെതിരെ ശക്തമായ മൊഴി കൊടുത്തത് കൊണ്ടാണ് അയാളെ ജയിലിൽ അടച്ചത്. അയാളെയാണ് കാണുന്നത്. അവിടെ നിന്ന് അയാൾ യു ആർ ഡെഡ് എന്നും പറഞ്ഞ് ഇങ്ങനെ കൈയും കൊണ്ട് കാണിക്കുന്നുണ്ട്. ഒരു നിമിഷം പകച്ചു പോകും. പിന്നെ നോക്കുമ്പോൾ അയാളെ കാണില്ല. തോന്നിയതായിരിക്കും ഓർക്കും. എന്തായാലും നന്നായി പേടിച്ചു. പിന്നെ അധികം ഒന്നും സംസാരിക്കാൻ നിൽക്കില്ല. വേഗം തന്നെ ആ ലെക്ചർ അവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ആൾ വാഷ്റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഒരു സെക്യൂരിറ്റി ഓഫീസറും കൂടെയുണ്ട്. അയാൾ ബാത്റൂമിൽ കയറിയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. നോക്കുമ്പോൾ ഒരു ബാത്റൂമിൽ ഒരു ലേഡിയുടെ കാല് കാണും. അയാൾ ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് പറയും, കുഴപ്പമൊന്നുമില്ല, അകത്ത് പൊക്കോളാൻ പറയും. ഡോക്ടറും ഒരു ബാത്റൂമിലേക്ക് കയറും. അയാൾ പുറത്തേക്കും പോകും. അപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട്, ഈ അകത്ത് നിന്നത് ഒരു ലേഡി ഒന്നുമല്ല, അതൊരു ആണായിരുന്നു. ആ നേരത്തെ കണ്ട ഡാരിലായിരുന്നു. ഈ ബാത്റൂം ഒന്നും ക്ലോസ്ഡ് അല്ല, ഫുള്ളി ക്ലോസ്ഡ് അല്ല, ജസ്റ്റ് ഒരു സെപ്പറേഷൻ മാത്രമേ ഉള്ളൂ. അയാൾ വേഗം തന്നെ അതിൻ്റെ മേളിൽ കൂടെ കയറിയിട്ട് ഡോക്ടറുടെ കഴുത്തിൽ ഒരു കുരുക്ക് ഇടാണ്. എന്നിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കും. അതിൻ്റെ ഒരറ്റം അയാൾ നിന്ന് ബാത്റൂമിൽ കെട്ടിവെക്കും. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ്. ഈ ഒച്ചപ്പാടും ബഹളവും കേട്ട് ഒരു സെക്യൂരിറ്റി ഓഫീസർ ഗണ്ണുമായിട്ട് അകത്തേക്ക് വരും. ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വേഗം പുറകിൽ നിന്നിട്ട് അയാളെ പിടിച്ചിട്ട്, അയാളുടെ ഈ ഡാരിലിൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു, ആ കത്തി എടുത്തിട്ട് അയാളുടെ കഴുത്തറക്കുകയും ചെയ്യും. അതുപോലെ അയാളുടെ തന്നെ ഗണ്ണെടുത്തിട്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്യും. ഡോക്ടർ ഇതൊക്കെ കണ്ട് ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും വേറൊരു സെക്യൂരിറ്റി ഓഫീസർ അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരണത് കാണിക്കും. പിന്നെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് 1 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ഈ സംഭവം ഡോക്ടർ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരാണ്. അന്നത്തെ ആ സംഭവം ഡോക്ടർക്ക് മനസ്സിന് വല്ലാത്ത ഷോക്ക് ഉണ്ടാക്കി. അതിനുശേഷം ഡോക്ടർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഡോക്ടർക്ക് ഓപ്പൺ സ്പേസ് ഒക്കെ പേടിയാണ്. ആ വീട്ടിൽ തന്നെയാണ് താമസം. ഒരു അസിസ്റ്റന്റും ഉണ്ട്, ആൻറ്റി. പേടിച്ചിട്ട് ഡോക്ടർക്ക് പാനിക് അറ്റാക്ക് പോലെ വരികയാണ്. ആൻറ്റി വിളിക്കുമെങ്കിലും കാണുന്നില്ല. നമ്മളൊക്കെ പേടി വരുമ്പോൾ നാമം ചൊല്ലല്ലേ ചെയ്യണേ. ഇവരാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് താഴെ വന്ന് കുറേ ഗുളികകളൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നോർമലാവും. പിന്നെ കമ്പ്യൂട്ടറിൽ ആരോടും ഇങ്ങനെ ചാറ്റ് ചെയ്യാണ്. അങ്ങനെ ഡോക്ടർ നേരം വെളുപ്പിക്കുകയാണ്, ഉറങ്ങാതെ ഇങ്ങനെ രാവിലെ ആവണതാണ് കാണിക്കണത്. പിന്നെ കാണിക്കുന്നത് ഒരു പാർക്കാണ്. ഒരു പെൺകുട്ടി അതിലൂടെ ജോഗിങ് ചെയ്യാണ്. അപ്പോൾ ദൂരെ നിന്ന് ഒരാൾ അവളുടെ ഫോട്ടോ എടുക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഈ ഫോട്ടോ കമ്പ്യൂട്ടറിലിട്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം നടന്നേക്കാണ്. അപ്പോൾ അവിടേക്ക് ഡിറ്റക്റ്റീവ് MJ മൊനാഹാനും, MJ എന്നാണ് വിളിക്കുന്നത്, അവരുടെ പാർട്ട്ണർ റൂബനും കൂടി ചെല്ലാണ്. അപ്പോൾ ഇത് 3ാമത്തെ കൊലപാതകമാണ്. ഇതിനു മുൻപ് 2 നടന്നിരുന്നു. അപ്പോൾ റിപ്പോർട്ടേഴ്സ് ചോദിക്കുന്നുണ്ട്, ഇത് സീരിയൽ കില്ലറിൻ്റെ പണിയാണോ എന്ന്. അവരകത്ത് ചെല്ലുമ്പോൾ ഓൾറെഡി പോലീസൊക്കെ വന്നിട്ടുണ്ട്. ഇവർ ഡിറ്റക്റ്റീവ് ആണല്ലോ. അപ്പോൾ അവർ പറയും, ഈ ബോഡി ആദ്യം കണ്ടത് ലാൻഡ് ലോഡ് ലേഡിയാണ്. അവർ ഡോർ തുറന്ന് കിടക്കണത് കണ്ടിട്ട് അകത്ത് കയറി നോക്കിയതാണ്. അപ്പോൾ ഇത് ബാത്ത് ടബിലാണ് ഈ ബോഡി കിടക്കണത്. MJ അവിടേക്ക് ചെല്ലുമ്പോൾ ബാത്റൂമിൽ നിറയെ ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോറൻസിക്കാർ ബോഡി ഇങ്ങനെ പരിശോധിക്കുകയാണ്. അപ്പോൾ മുഖത്ത് ഒരു വശം ഇങ്ങനെ നീലച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, മറ്റ് 2 പോലെ തന്നെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നേക്കണത്. പിന്നെ കാണിക്കുന്നത് ഡോക്ടറുടെ വീടാണ്. അപ്പോൾ രാവിലെ ന്യൂസ് പേപ്പർ എടുക്കണം. അതാണെങ്കിൽ ഡോറിൽ നിന്ന് ഇത്തിരി മാറിയാണ് ഈ കിടക്കുന്നത്. ഡോക്ടർക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ പേടിയാണ്. ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്ന് നോക്കുമെങ്കിലും കിട്ടണില്ല. പുറത്തേക്ക് നോക്കുമ്പോൾ തല ആകെ കറങ്ങണ പോലെ തോന്നും. ഒരു വിധത്തിൽ കണ്ണടച്ച് ആ പേപ്പറിൻ്റെ മേളിലേക്ക് ചാടിക്കിടന്ന് അതിങ്ങോട്ട് എടുക്കുന്നുണ്ട്. അത്ര പോലും ഡോറിൻ്റെ പുറത്തേക്ക് ഇറങ്ങില്ല. ഇപ്പം ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള ന്യൂസ് കാണാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. ഓരോ കൊലപാതകങ്ങൾക്ക് ശേഷവും ഡോക്ടർ ഇവിടേക്ക് വിളിക്കാറുണ്ട്. തൻ്റെ അഭിപ്രായങ്ങളും ഐഡിയാസും ഒക്കെ പറയും. ഇന്ന ആളാന്ന് പറയില്ല. അപ്പം ഇഷ്ടം പോലെ പ്രാങ്ക് കോൾസ് വരുന്നത് കാരണം അവരത് മൈൻഡ് ചെയ്യില്ല. ഇപ്രാവശ്യം വിളിച്ചേക്കാണ്. MJയോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയും, ഈ കില്ലർ ഒരു ലൂണാർ സൈക്കിൾ പാറ്റേൺ ആണ് ഫോളോ ചെയ്യണത്. ആദ്യത്തെ 2 കൊലപാതകങ്ങൾ തമ്മിൽ 28 ദിവസത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു. MJക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് ഈ കോള് ട്രേസ് ചെയ്യാൻ പറഞ്ഞിട്ട്.
എന്നിട്ട് പറയും ഇതുപോലത്തെ ഭ്രാന്തന്മാരുടെ കോളുകൾ ഞങ്ങൾ കാര്യമാക്കാറില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാ വിളിക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും കോള് കട്ട് ചെയ്യും. അപ്പോഴേക്കും ഒരു ലേഡി വന്നിട്ട് ഈ കോള് ട്രേസ് ചെയ്തിട്ട് ആ പേര് കാണിച്ചു കൊടുക്കും. നോക്കുമ്പോൾ ഡോക്ടർ ഹെലൻ ഹഡ്സൺ. അപ്പോൾ അവർക്ക് മനസ്സിലാവും വിളിച്ചിരിക്കുന്നത് ചില്ലറക്കാരിയൊന്നുമല്ല. പിന്നെ കാണിക്കുന്നത് MJ ഈ ഡോക്ടർ അന്ന് ഡാരിലിനെതിരെ കോടതിയിൽ പറഞ്ഞതിൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണുകയാണ്. അപ്പം അതിൽ ഡോക്ടർ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. MJക്ക് തോന്നി ഡോക്ടർ ഈ കേസിന് യൂസ്ഫുൾ ആയിരിക്കുന്നു. അവർ ഡോക്ടർ ഹെലനെ കാണാൻ വന്നേക്കാണ്. അപ്പോൾ പോലീസാന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ലയെന്ന് പറയുമെങ്കിലും ആൻറ്റി അവരെ അകത്തിരുത്താണ്. അപ്പോൾ MJ ഡോക്ടറോട് പറയും നമ്മൾ ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു. ഡോക്ടർ പറയുന്നുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ പറഞ്ഞത് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് റൂബനോട് ചോദിക്കുകയാണ് ഡാരിൽ പുറത്ത് വന്നല്ലേ? അപ്പം റൂബൻ പറയും ഇല്ല, ഇത് അയാളൊന്നുമല്ല ചെയ്തേക്കണേ. അഥവാ ഇപ്പോൾ അയാൾ വന്നാൽ തന്നെയും ഡോക്ടറുടെ അടുത്തേക്കായിരിക്കും അയാൾ ആദ്യം വരാൻ പോണത്. MJ പറയും ഞങ്ങൾ ഈ കേസിനെ കുറിച്ച് ചോദിക്കാൻ വന്നതാ. ഡോക്ടർ പറയുന്നുണ്ട് ഒരു സീരിയൽ കില്ലർ തന്നെയാണ് ഇത് ചെയ്തേക്കണത്. അപ്പോൾ അവർ ചോദിക്കും ഇതെങ്ങനെ മനസ്സിലായിന്ന്. അപ്പോൾ അവർക്കും അറിയാം സീരിയൽ കില്ലറാ ചെയ്തേക്കണതെന്ന്, പക്ഷെ അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല, കാരണം ആൾക്കാർ പാനിക് ആവുമല്ലോ. ഡോക്ടർ പറയും എൻ്റെ 20 years എക്സ്പീരിയൻസും പിന്നെ എൻ്റെ തലയിൽ സീരിയൽ കില്ലേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ MJ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഈ കേസിൽ വർക്ക് ചെയ്യാമോ എന്ന്. ഡോക്ടർ പറയില്ല, ഞാൻ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ്, ഞാൻ റിട്ടയർ ആയി. അപ്പോൾ MJ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണോ 14 പ്രാവശ്യം ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ചത്? ഡോക്ടർ പറയും എനിക്ക് താല്പര്യമില്ലാന്ന്. MJ എന്ത് ചെയ്യുന്നു വെച്ചാൽ ദേഷ്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസയോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പേർട്ട് അഡ്വൈസിന് തരുന്ന ഫീസോ ഒന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഈ കൊലപാതകങ്ങളുടെ എല്ലാ ഫോട്ടോസ് അവിടേക്ക് ഇങ്ങനെ ഇടാണ്. ഇത് കാണുന്നതും ഡോക്ടർക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവുകയാണ്. വേഗം തന്നെ ആൻറ്റി വന്ന് ഒരു കവർ എടുത്തു കൊണ്ട് കൊടുക്കും, ശ്വാസം ഇങ്ങനെ വലിച്ചു വിടാന്. അപ്പോഴേക്കും ആള് ഫെയിൻ്റ് ആവും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് MJക്ക് റൂബനും വല്ലാതാവും. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ആൻറ്റി പറയും വേണ്ട, കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊക്കെ ശരിയായിക്കോളും. അപ്പോൾ ഇവർ ഫോട്ടോസ് തിരിച്ചെടുത്തു വയ്ക്കാൻ നേരത്ത് ആൻറ്റി പറയും അത് അവിടെ തന്നെ വെച്ചോളൂ, ഡോക്ടർ എണീറ്റ് കഴിയുമ്പോൾ ഞാൻ പറയാം അത് നോക്കാനായിട്ട്. അപ്പോൾ അവരത് ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഇവർ തിരിച്ചു പോണത് ആരോ ഒരാൾ ഡോക്ടറുടെ അപ്പാർട്ട്മെൻറ്റ് ഓപ്പോസിറ്റിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അയാൾ അവരെയും ഡോക്ടറുടെ അപ്പാർട്ട്മെൻറ്റിലേക്കും ഇങ്ങനെ നോക്കുകയാണ്. ബോധം വരുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ആകെ നാണക്കേടായില്ലേന്ന്. ആൻറ്റി കളിയാക്കുന്നുണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എന്തായാലും ആ പയ്യൻ ഇനി നിങ്ങളെ കാണാൻ വരുന്നു. ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കും എന്തിനാ ഇതിവിടെ വച്ചേന്ന്. ആൻറ്റി വഴക്ക് പറയുന്നുണ്ട് ഇത്രയും ഫേമസ് ആയിരുന്ന ഒരാളെ ജനങ്ങൾ എങ്ങനെ ഓർക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നിട്ട് കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുക്കണം. അങ്ങനെ കുറേ കഴിയുമ്പോൾ ഡോക്ടർ ആ ഫോട്ടോസൊക്കെ എടുത്ത് ചെക്ക് ചെയ്യാണ്. അപ്പോഴും ഡോക്ടറുടെ ഓപ്പോസിറ്റ് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആരോ ഇങ്ങനെ ഡോക്ടറെ വാച്ച് ചെയ്യുന്നുണ്ട്. രാത്രി കിടക്കാനായിട്ട് ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഫ്ലോറിൽ ഇങ്ങനെ ആരോ നടക്കണ പോലത്തെ ഒച്ചയേക്കും. അപ്പോൾ ആൻറ്റി ആയിരിക്കുന്ന വിചാരിച്ചേ. അത് കഴിഞ്ഞ് കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോകും. അപ്പോൾ പോകുന്നതിന് മുൻപ് ഇടാനുള്ള ഒരു ഡ്രസ്സ് എടുത്ത് കട്ടിലിൽ വെക്കും. കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കട്ടിലിൽ ഒരു റെഡ് ഡ്രസ്സ്. ഈ ഡ്രസ്സ് കണ്ടതും ഡോക്ടർ വേഗം തന്നെ കട്ടിലിൽ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. ഇതേ ഡ്രസ്സാണെന്ന് യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറിന് പോയ സമയത്ത് ഇട്ടിരുന്നത്. ഈ ഡ്രസ്സ് എങ്ങനെ ഇവിടെ വന്നു എന്നും പറഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് വേഗം തന്നെ അതെടുത്ത് തിരിച്ച് കബോർഡിൽ വെക്കും. പിന്നെ കാണിക്കുന്ന MJയുടെ ഓഫീസാണ്. അപ്പോൾ ആളിങ്ങനെ കേസിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഓഫീസിൽ നിക്കോ എന്ന് പറഞ്ഞൊരു ഓഫീസറുണ്ട്. അയാൾക്ക് MJ ഇഷ്ടമാണ്. അപ്പോൾ അയാൾ MJയോട് ചോദിക്കുന്നുണ്ട് ഇത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഫുഡ് കഴിക്കാൻ പുറത്ത് പോയാലോ? അപ്പോൾ MJ പറയും ഇല്ല ഞാനില്ലാന്ന്. അപ്പോഴേക്കും റൂബൻ ഫുഡും കൊണ്ടുവരാണ്. ഇത് കാണുമ്പോൾ നിക്കോയ്ക്ക് ദേഷ്യം വരും. അയാൾ അവിടെ നിന്ന് പോവാണ്. ഡോക്ടർ MJയെ വിളിക്കുകയാണ്. പിറ്റേ ദിവസം അവർ ഡോക്ടറെ വീട്ടിൽ ചെല്ലാണ്. അപ്പോൾ ഡോക്ടർ അവർ കൊടുത്തതിൽ 2 വിക്ടിംസിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയും ഇത് രണ്ടും ചെയ്തത് ഒരാളാണ്. ആദ്യത്തെ കേസിൽ ചിലപ്പോൾ മെൻ്റൽ പേഷ്യൻറ്റോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടോ മറ്റോ ആകാം. വിക്ടിമിനെ നന്നായി അറിയുന്ന ആൾ. ആ സമയത്ത് സെക്സ് ചെയ്യാൻ സമ്മതിക്കാതെ വന്നതുകൊണ്ടോ മറ്റോ ആകാം. കൊന്നു കഴിഞ്ഞിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് മുഖം തുണിയിട്ടിങ്ങനെ മൂടിയേക്കണത്. വേറൊരു ഫോട്ടോ കാണിച്ചിട്ട് പറയും ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് ചെയ്തത് പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടാണ്. ചെയ്യുന്ന സമയത്ത് അയാൾക്ക് നല്ല ബോധത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്തേക്കണേ. ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തേക്കണേ. ഇയാൾ ഈ ബോഡിയിൽ ചെയ്തു വച്ചത് കണ്ടിട്ട് തോന്നണേ ഒരു ബുദ്ധിമാനായ സുന്ദരനായ 20-നും 30-നും ഇടയിൽ പ്രായമുള്ള ഒരാൾ, പുറത്ത് നല്ല മാന്യനായിട്ട് സംസാരിക്കുന്ന ഒരാൾ. ഈ സീരിയൽ കില്ലേഴ്സ് പലരും ചെറുപ്പകാലത്ത് ടോർച്ചർ അനുഭവിച്ചവരായിരിക്കും. പാരൻസിൻ്റെ അടുത്തു നിന്നാകാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തു നിന്നാകാം. അവഗണനയോ പരിഹാസമോ ഉപദ്രവിക്കലോ എന്തെങ്കിലും. അവർക്ക് വലുതാവുമ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ. അതിന് വേണ്ടിയിട്ടാണ് അവരുടേതായ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യണേ. ഇയാൾ ആൽബർട്ട് ഡിസൽവോ എന്ന് പറഞ്ഞ് പണ്ട് ജീവിച്ചിരുന്ന ഒരു സീരിയൽ കില്ലറുടെ പാറ്റേൺ ആണ് ഇമിറ്റേറ്റ് ചെയ്യണത്. ഓഫീസിൽ ചെല്ലുമ്പോൾ MJയെ സീനിയർ ഓഫീസർ വഴക്ക് പറയാണ് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിക്കോയോട് ചോദിക്കുക, അല്ലാതെ ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് അവരുടെ അഭിപ്രായം അവരുടെ കണ്ടുപിടുത്തം എന്നും പറഞ്ഞ് ഈ കേസ് അന്വേഷിക്കേണ്ട, തെളിവിൻ്റെ ബേസിൽ അന്വേഷിക്കുക. പിന്നെ കാണിക്കുന്നത് ഡോക്ടർ ഓൺലൈനിൽ ആരുടെ കൂടെ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർക്ക് ഒരു മെയിൽ വരാണ്. തുറന്ന് നോക്കുമ്പോൾ ആ ബാത്ത് ടബിൽ മരിച്ച വിക്ടിമിൻ്റെ ഫോട്ടോയാണ്.
അത് കഴിഞ്ഞ് വേറെ പെൺകുട്ടിയുടെ ഫോട്ടോ വരും. അതിങ്ങനെ വികൃതമാക്കി കാണിക്കുകയാണ്. അതായത് അയാളുടെ അടുത്ത ടാർഗറ്റ് ഈ കുട്ടിയാണെന്നും കാണിച്ച്. ഡോക്ടർ വേഗം തന്നെ MJ ഇത് അറിയിക്കും. അവർ ഡോക്ടറുടെ അടുത്തേക്ക് വരാണ്. റൂബൻ പറയും ഡോക്ടറുടെ സിസ്റ്റം അയാൾ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അവര് ഈ വീഡിയോ ഒന്നും കൂടി പ്ലേ ചെയ്യാൻ നോക്കും, ആ പെൺകുട്ടിയുടെ ഫേസ് കാണാൻ പറ്റുമോ നോക്കാൻ. MJ ചോദിക്കുന്നുണ്ട്, അയാൾ എന്തിനാ നിങ്ങൾക്ക് ഇത് അയച്ചത്? നിങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അവർക്ക് എന്നെ അറിയാം. ഒരു ലൈബ്രറിയിൽ തപ്പിക്കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ സൈക്കോളജിയുടെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേര് കാണും. ഇവർ ഈ മെയിൽ ഒന്നും കൂടെ തുറക്കാൻ നോക്കുമ്പോഴേക്കും ഒരു കുരങ്ങൻ്റെ ബാക്ക് കാണിച്ചിട്ട് ഇവരിങ്ങനെ കളിയാക്കുകയാണ്. പിന്നെ നോക്കുമ്പോൾ ആ ഫയലൊന്നും അതിൽ കാണൂല. ഡോക്ടർ വേഗം ചെന്ന് സിസ്റ്റത്തിൻ്റെ പ്ലഗ് ഊരിയിടാണ്. ഇനി ഇവൻ ഇതിലേക്ക് ഒന്നും അയക്കരുതെന്നും പറഞ്ഞു. അപ്പം MJ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യല്ലേ, ഇതാണ് നമുക്ക് കിട്ടിയ ക്ലൂ. അവൻ ഇവിടെ വന്നാൽ നമുക്ക് പിടിക്കാം. ഡോക്ടർ ദേഷ്യപ്പെടുന്നുണ്ട്, ഇതാണ് എൻ്റെ ലോകം, ഇവിടെ നിന്ന് ഞാൻ എവിടെയും പുറത്തു പോകാറില്ല, ഇവിടെ എനിക്ക് സമാധാനം തരില്ലേന്ന്. അപ്പം MJ പറയും, പേടിക്കണ്ട, ഞാനിവിടെ സെക്യൂരിറ്റി ഓഫീസേഴ്സിനെ നിർത്താം. അപ്പോൾ റൂബൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളത് ഓൺ ചെയ്യൂ, ഇതെന്താ സംഭവിച്ചതെന്ന് അറിയുന്നത് വരെ ഞാനിവിടെ നിൽക്കാം. അങ്ങനെ അന്ന് ഡോക്ടർക്ക് കാവലായിട്ട് റൂബൻ നിൽക്കാണ്. കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ പറയും, ഇന്നിനി അവനൊന്നും അയക്കാൻ പോണില്ല. എന്നിട്ട് റൂബനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളും ഇൻസ്പെക്ടറും തമ്മിൽ എന്താ? അപ്പോൾ റൂബൻ പറയും, ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒന്നുമില്ല, പക്ഷെ ആളുടെ വർത്തമാനം കേട്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നത് MJ അയാൾക്ക് ഇഷ്ടമാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഒരു ലേഡി പീറ്റർ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ കണ്ണട വെച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു ഗ്ലാസ്സും വെള്ളവുമായിട്ട് വരാണ്. കണ്ടിട്ട് ബോയ് ഫ്രണ്ടാണെന്നാണ് തോന്നണേ. അപ്പോൾ അവർ TV കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു, എൻ്റെ കൂടെ TV കാണാൻ വരാമോ എന്ന് വെക്കും. അപ്പോൾ ഈ പയ്യൻ, ഞാനില്ല, എനിക്ക് ഇത്തിരി പണിയുണ്ടെന്ന് ഇങ്ങനെ പറയാൻ വരുമ്പോഴേക്കും അവർ പറയും, വേണ്ട, നീ നിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് തന്നെ പോയിരുന്നോളാൻ. ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമുണ്ട്. അവൻ നേരെ ചെല്ലണത് ബേസ്മെൻറ്റിലേക്കാണ്. അവിടെ ഒരു കമ്പ്യൂട്ടർ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല സൈഡിലായിട്ട് കുറച്ച് സർജിക്കൽ ടൂൾസ് ഒക്കെ ഉണ്ട്. ചുമരിൽ നേരത്തെ മരിച്ച പെൺകുട്ടികളുടെ എല്ലാം ഫോട്ടോസ് ഉണ്ട്, കൊലപാതകത്തിന് ശേഷമുള്ള ഫോട്ടോസ്. അവനൊരു ഡോക്ടറുടെ കോട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട്, അവിടെ ഒരു ടേബിളിൽ അവൻ ഡോക്ടർ ഹെലന് അയച്ചു കൊടുത്ത ഫോട്ടോയിലെ പെൺകുട്ടീനെ കൈയും കാലും ഒക്കെ കെട്ടി കിടത്തിയേക്കാണ്. ആ കുട്ടിയുടെ തലയിൽ ഒരു പ്ലാസ്റ്റിക് കവറിട്ട് കെട്ടി വെച്ചേക്കാണ്. എന്നിട്ട് അതിൻ്റെ വായിൽ എന്തോ ഇട്ട് ഇങ്ങനെ കുത്താണ്. എന്നിട്ട് അതിനോട് പറയുന്നുണ്ട്, ഇനിയും ചെയ്യാൻ പോണത് ചിലപ്പോൾ ഇത്തിരി വേദന ഉണ്ടാവും എന്നും പറഞ്ഞ് ഒരു സിറിഞ്ചിൽ ഒരു നീല കളർ മരുന്ന് പോലെ എന്തോ എടുത്തിട്ട് അതിനെ കുത്തിവെക്കാണ്. പിന്നെ കാണിക്കുന്നത് പോലീസുകാർക്ക് ഈ പെൺകുട്ടിയുടെ ബോഡി ഒരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ അവിടെ നിന്ന് കിട്ടാണ്. അപ്പോൾ വേസ്റ്റ് ഇടരുതെന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡിൻ്റെ താഴെയായിട്ടാണ് കിടത്തിയേക്കണത്. അതുമല്ല ഹാഫ് നേക്കഡ് ആണ് ബോഡി, ഇങ്ങനെ കമത്തി കിടത്തിയേക്കാണ്. റൂബൻ ബോഡി നോക്കുമ്പോൾ കാലിൻ്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ മുറിവുകളുണ്ട്. അതുപോലെ കയ്യിൽ ഇഞ്ചക്ഷൻ വെച്ചതിൻ്റെ പാടുണ്ട്, സെക്ഷലി ഉപദ്രവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഇവർ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് പറയും, ഇത് നേരത്തെ ചെയ്ത ആളല്ല, ഇയാളുടെ മെത്തേഡ് ഡിഫറെൻ്റ് ആണ്. ഈ പെൺകുട്ടി ശ്വാസം കിട്ടാതാണ് മരിച്ചത്, കഴുത്ത് ഞെരിച്ചിട്ടൊന്നുമില്ല. MJ പറയും, അയാൾ മനഃപൂർവ്വം ഇവളെ എല്ലാവരും കാണണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ ബോഡി വലിച്ച് ഈ കുന്നൊക്കെ കയറി ഈ ടൂറിസ്റ്റ് പ്ലേസിൽ കൊണ്ടുവന്നിട്ടേക്കണേ. ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെ ആവാൻ വഴിയില്ല. ഈ സീരിയൽ കില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ റോബോട്ടിനെ പോലെയാണ്, ഒരേ മെത്തേഡായിരിക്കും അവർ ഫോളോ ചെയ്യുക. അതിലാണ് അവർക്ക് സന്തോഷം, ഒരു റിച്വൽ പോലെയാണ് അവർക്കത്. റൂബൻ MJ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് പറയും, പുതിയ വിക്ടിമിൻ്റെ ലാബ് റിപ്പോർട്ട് വന്നു, 2 കൈൻഡ്സ് ഓഫ് സ്പേം ഉണ്ട്. അപ്പോൾ ഗ്യാങ് റേപ്പ് ആണെന്നാണ് തോന്നണത്. ഇത് ഡോക്ടറോട് പറയും. MJ പോകാൻ നിൽക്കാണ്. പെട്ടെന്ന് ഡോക്ടർ ഇത് കേട്ടിട്ട് വേഗം തന്നെ കമ്പ്യൂട്ടറിൽ എന്തോ സെർച്ച് ചെയ്യും. ഇത് MJയോട് ചോദിക്കും, റൈറ്റ് ആമിൽ നീഡിൽ മാർക്കുണ്ടോ? അതുപോലെ ബോഡി കണ്ടത് നോ ഡംപിങ് സൈനിൻ്റെ അടുത്താണോ? കമ്പ്യൂട്ടറിൽ അതുപോലത്തെ വേറൊരു ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും, ഇതുപോലെയാണോ എന്ന്. അവൻ ആൽബർട്ട് ഡിസൽവയെ മാറ്റി വേറെ സീരിയൽ കില്ലർ ഹിൽ സൈഡ് സ്ട്രാംഗ്ലറിൻ്റെ പാറ്റേൺ ആണ് ഫോളോ ചെയ്യണത്. ആ കുട്ടിയിൽ ഇഞ്ചെക്ട് ചെയ്തത് വിൻഡോസ് ക്ലീനർ ആവാനാണ് സാധ്യത. MJ ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങളല്ലേ പറഞ്ഞ അവർ റോബോട്ട് പോലെയായിരിക്കുന്നു? ഡോക്ടർ പറയും, ഇതുപോലുള്ള ഒരു പബ്ലിക് പ്ലേസിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ട് അവൻ നമ്മളെ ചലഞ്ച് ചെയ്യാണ്. ഇതിനിടയിൽ ന്യൂസിൽ ഈ പുതിയ മരണവാർത്തയെക്കുറിച്ച് കാണിക്കുകയാണ്. അതുപോലെ ഡോക്ടർ ഹെലൻ പോലീസിനെ സഹായിക്കുന്ന വിവരമൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു പമ്പിൽ ഒരു പെൺകുട്ടി പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കുറച്ച് ദൂരം മാറി കുറേ പേര് ആ കുട്ടിയെ കമൻ്റ് അടിക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ഈ കില്ലർ വന്നിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് ഒരു അഡ്രസ്സ് ചോദിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ മരണ വാർത്ത ഡോക്ടർ ഇങ്ങനെ ന്യൂസിൽ കേൾക്കാണ്. അപ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട്, നേരത്തെ പമ്പിൽ കണ്ട പെൺകുട്ടി വണ്ടിയിൽ വെടിയേറ്റ് മരിച്ചെടുക്കണേ. പോലീസുകാരൊക്കെ വന്ന് വണ്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ റൂബനെ വിളിക്കും. എന്നിട്ട് ചോദിക്കും, ഒരു പെൺകുട്ടിയെ കാറിൽ ആരോ ഷൂട്ട് ചെയ്തല്ലേ, ഏത് വശത്തായിട്ടാണ് അവൾ ഇരിക്കുന്നത്? പാസഞ്ചർ സൈഡ് സീറ്റിലാണോ? ഇപ്പോൾ റൂബൻ പറയാതെ, ആ സമയത്ത് ഏതെങ്കിലും പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് പോലീസുകാരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഉവ്, വല്ലാത്ത മ്യൂസിക്കുള്ളൊരു പാട്ടുണ്ടായിരുന്നു, ഞങ്ങളത് ഓഫ് ചെയ്തു. ഡോക്ടർ പറയും, കാറിൽ ആ സ്റ്റീരിയോ ഒന്നും കൂടി പ്ലേ ചെയ്തിട്ട് അത് പാട്രിഡ്ജ് ഫാമിലിയുടെ പാട്ടാണോ എന്ന് നോക്കാൻ പറയും. ഇവരത് പ്ലേ ചെയ്യുമ്പോൾ ആണ്. അപ്പോൾ ഡോക്ടർ പറയും, ഇതിനടുത്ത് വല്ല ഫോൺ ബൂത്ത് ഉണ്ടോ എന്ന് നോക്ക്, അതിൽ അവൻ അവിടെ എന്തെങ്കിലും നോട്ട് വച്ചിട്ടുണ്ടാവും.
വേഗം തന്നെ റൂബൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പബ്ലിക് ബൂത്തിൽ ഈ ഒരു പാട്ടിൻ്റെ ലിറിക്സ് എഴുതിയ ഒരു ലെറ്റർ അവിടെ നിന്ന് കിട്ടാണ്. ഇതേ സമയം തന്നെ ഡോക്ടറുടെ വീടിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്ത ഒരു വണ്ടിയുടെ അലാം മുഖംമൂടി വെച്ച ഒരാൾ വന്നിട്ട് ഓൺ ചെയ്യാണ്. ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർ അതെന്താണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് താഴേക്ക് ഇറങ്ങും. ഈ സമയത്ത് അകത്തൊരാൾ കടക്കാണ്. ഡോക്ടറെ വിളിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇയാളിപ്പോൾ ചെയ്തേക്കുന്നത് ഡേവിഡ് ബെർക്കോവിറ്റ്സ് എന്ന സീരിയൽ കില്ലറിൻ്റെ മെത്തേഡാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ചുറ്റുമുള്ള ക്രൗഡിനെ ഒന്ന് നോക്ക്. അയാൾക്ക് പോലീസുകാർ ഈ ക്രൈം സീനിൽ ചെയ്യുന്നത് കാണാൻ ഇഷ്ടമായിരുന്നു. അയാൾ അവിടെ അങ്ങനെ വന്ന് നിൽക്കാറുണ്ട്. MJ ചുറ്റും നോക്കുന്നുണ്ട്. നോക്കിയിട്ട് എല്ലാവരെയും സംശയം. അപ്പോഴേക്ക് റൂബൻ ആ നോട്ടുമായി വരും. അത് ഡോക്ടർ ഹെലനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് എഴുതിയേക്കുന്നത്. റൂബൻ പറയും, ഞാനിപ്പോൾ അവിടേക്ക് പോവാണെന്ന്. MJ വേഗം തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കുറച്ച് പോലീസുകാരെ ഡോക്ടറുടെ വീട്ടിലേക്ക് വിടുകയാണ്. ഇതേ സമയം ഡോക്ടറുടെ വീട്ടിൽ അകത്തിരിക്കുമ്പോൾ ഈ കാറിൻ്റെ അലാമൊച്ച കേട്ടിട്ട് ഡോക്ടറും താഴേക്ക് വരികയാണ്. അപ്പോൾ സെക്യൂരിറ്റി ഓഫീസറുടെ പേര് വിളിച്ച് താഴെ വന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അതുമല്ല, ഫ്രണ്ടിലെ ഡോർ ചെറുതായിട്ട് ഇങ്ങനെ തുറന്നു കിടക്കുന്നുണ്ട്. പോലീസിനെ വിളിക്കാൻ നോക്കുമ്പോൾ ലൈനൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ തന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരാളുടെ നിഴൽ അവിടെ കാണും. പേടിച്ച് പുറത്തേക്ക് ഡോറ് തുറന്നിറങ്ങാണ്. അങ്ങോട്ട് ചെല്ലലും തല ഇറങ്ങണ പോലെ തോന്നാണ്. ഒരു വിധത്തിൽ കണ്ണുമടച്ച് ചുമരിലിങ്ങനെ അള്ളിപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി നടക്കും. പക്ഷെ പറ്റണില്ല. കില്ലറെങ്കിൽ കില്ലറെന്ന് വിചാരിച്ച് അകത്ത് തന്നെ കയറാണ്. അടുക്കളയിൽ ചെന്നിട്ട് ഒരു കത്തിയും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. കില്ലർ അപ്പോഴേക്കും മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഡോക്ടറുടെ അടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് പോലീസ് വണ്ടിയുടെ സൈറൻ കേട്ടിട്ട് അയാൾ ഓടിപ്പോകും. റൂബൻ വന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിലെ സെക്യൂരിറ്റി ഓഫീസറും ഇല്ല. വിൻഡോസിലൂടെ നോക്കുമ്പോൾ ഒരാൾ ഓടിപ്പോകണത് കാണും. ഡോക്ടറാണെങ്കിൽ ആകെ പേടിച്ച് കിട്ടിയ ഗുളികയൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ റൂബൻ പറയുന്നുണ്ട്, ചിലപ്പോൾ കള്ളനായിരിക്കും, എന്തെങ്കിലും നഷ്ടപ്പെട്ടോ എന്ന് നോക്കാൻ. ദേഷ്യം വന്നിട്ട് ഡോക്ടർ പറയും, എൻ്റെ വീടിൻ്റെ മുമ്പിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ഓഫീസറെ നഷ്ടമായി. നിങ്ങളാണ് എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത്. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളല്ലേ. അപ്പോൾ റൂബൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ വന്നേ. ഡോക്ടർ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്തിനാപ്പം ഇങ്ങോട്ട് വന്നേ? എന്നിട്ട് തന്നെ പറയുന്നുണ്ട്, ഓ ആ നോട്ടായിരിക്കും അല്ലേ. ഇടയ്ക്കിടെ ഇവിടെ ആരോ വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ അന്ന് ആ യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറിന് പോയപ്പെട്ട റെഡ് ഡ്രസ്സ് ഈ കട്ടിൽ കാണാം. ഒരുപാട് മെഡിസിൻസ് എടുക്കുന്ന കാരണം ഞാൻ തന്നെ ചെയ്തു എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ മനസ്സിലായി ഇവിടെ ആരോ വരുന്നുണ്ട്. അതുകൊണ്ട് മോഷ്ടിക്കാനാണെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ട. MJ പറയും, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ആ സീരിയൽ കില്ലർ തന്നെയാണ് ഇവിടെ വന്നത്. അയാൾക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേ നിങ്ങളെ എന്തിനാ അതിന് ഉൾപ്പെടുത്തിയെന്ന് മനസ്സിലാവണില്ല. നിങ്ങളെ ഇവിടുന്ന് മാറ്റട്ടെ. അപ്പോൾ ഡോക്ടർ പറയും, വേണ്ട. അവരെന്നിട്ട് ആ ലിറിക്സിൻ്റെ നോട്ട് ഡോക്ടറുടെ കൊടുക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ അവർ ഈ ലിറിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. അതിൽ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹെലൻ ഡോണ്ട് ലൂസ് യുവർ ഹെഡ് എന്നാണ് എഴുതിയേക്കണത്. അപ്പോൾ ആ പാട്ടിൻ്റെ വരികളുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കൊല്ലാൻ തീരുമാനിച്ച ഹൃദയം കല്ലാക്കണം, പിന്നെ കൊലപാതകത്തെ ഒരു ആർട്ടാക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞാണ്. അതുകൊണ്ട് അപ്പോൾ ഈ സീരിയൽ കില്ലർ എന്താ ഉദ്ദേശിക്കണമെന്ന് ഇവർക്ക് മനസ്സിലാവണില്ല. അപ്പോൾ എല്ലാ പോലീസുകാരും ഇതിങ്ങനെ ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കാണിക്കുന്നത് MJയും ഡോക്ടറും കൂടി ആ നോട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഫസ്റ്റ് ലൈനിൽ ഇനി ഉദ്ദേശിക്കുന്നത് ഇനി എൻ്റെ തലയെങ്ങാനും എടുക്കുന്നതാണോ? 2-3 സീരിയൽ കില്ലേഴ്സിൻ്റെ പേര് പറഞ്ഞിട്ട് പറയും ഇവർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ലൈൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, യൂഷ്വലി ചെറുപ്പത്തിൽ റിജക്ഷൻ അല്ലെങ്കിൽ ഹ്യൂമിലിയേഷൻ അനുഭവിച്ചവരെ കുറിച്ചാണ്. ഇവനും മറ്റുള്ളവരെ പോലെ ഫേമസ് ആകണം, നമ്മളെ പേടിപ്പിക്കണം, അതുപോലെ ആരോട് യാചിക്കാതെ അവന് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാൻ പറ്റണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. അവരുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കണമെന്ന് ഭയങ്കരമായിട്ട് ചിന്തയുള്ളവർ. അക്കാഡമിക്സിൽ മിടുക്കനായിരിക്കാം, ചിലപ്പോൾ ടെക്നിക്കൽ ജോബും ഉണ്ടാകാം. ഈ സമയം നമ്മളെ ആ കില്ലറെ കാണിക്കുന്നുണ്ട്. ആളൊരു ഡോക്ടറാണോ മൈക്രോബയോളജിസ്റ്റ് പോലെ എന്തോ ആണ്. ഫ്രീസറിൽ നിന്ന് ഒരു 3-4 ഇഞ്ചക്ഷൻ്റെ മെഡിസിൻസ് എടുത്ത് പോക്കറ്റിലേക്ക് വയ്ക്കുന്നുണ്ട്. ആ ലിറിക്സിലെ ഓരോ ലൈനും വായിച്ചിട്ട് ഡോക്ടർ പറയാണ്, ഇതിൽ ഓരോ സീരിയൽ കില്ലേഴ്സ് ചെയ്തതിൻ്റെ പാറ്റേൺ ആണ് പറയുന്നത്. അപ്പോൾ MJ ചോദിക്കുന്നുണ്ട്, ഇതിനെന്തെങ്കിലും ഓർഡർ ഉണ്ടോ? അപ്പോൾ ഡോക്ടർ പറയും, അത് തോന്നണില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഡോക്ടർ രാത്രി കിടക്കാൻ പോവാണ്. അപ്പോൾ താഴെ ഇങ്ങനെ 3-4 ഉറുമ്പിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബെഡിലിരുന്ന് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നോക്കുമ്പോൾ 2-3 കട്ടുറുമ്പുകൾ. വേഗം തന്നെ അതിനെ തട്ടിക്കളയും. പിന്നെ നോക്കുമ്പോൾ ഒരു 5-6 എണ്ണം മേത്തേക്ക് കയറാണ്. വേഗം തന്നെ താഴെ എഴുന്നേറ്റ് ഈ ഡ്രസ്സ് ഇങ്ങനെ കുടയും. ഷീറ്റ് മാറ്റി നോക്കുമ്പോൾ കുറേ കട്ടുറുമ്പുകൾ. ആളാകെ പേടിച്ചു പോകും. പതുക്കെ ബെഡ് പൊക്കി നോക്കുമ്പോൾ അവിടെ ഒരു ബുക്കിൻ്റെ ഇടയിലായിട്ട് ആരുടെയോ വിരലിങ്ങനെ മുറിച്ചു വെച്ചേക്കാണ്. അവിടെയും കുറേ ഉറുമ്പുകളുണ്ട് ഇങ്ങനെ. പിന്നെ കാണിക്കുന്നത് പോലീസുകാരൊക്കെ അവിടെ വരികയാണ്. ക്ലീനിങ്ങിനുള്ള ആൾക്കാരും വന്നിട്ട് ഈ ഉറുമ്പിനെയൊക്കെ എടുത്ത് കളയുന്നുണ്ട്. ഒരു ഓഫീസർ വന്നിട്ട് MJയോട് പറയും, ആ ഫിംഗറിലുള്ള പ്രിൻ്റൊക്കെ അവൻ നേരത്തെ ബേൺ ചെയ്ത് കളഞ്ഞു, അത് കാരണം ഒന്നും കിട്ടിയില്ല. അതുമല്ല, ഈ ബുക്ക് എഴുതിയേക്കുന്നത് ഡാരിലാണ്. അയാൾ ജയിലിൽ കിടന്നിട്ട് അത്രയും നാളത്തെ അയാളുടെ ലൈഫിനെ കുറിച്ചും അയാൾ നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ അയാൾ ഡോക്ടറെ അറ്റാക്ക് ചെയ്യുന്ന ഭാഗത്താണ് ഈ ഫിംഗർ ഒരു ബുക്ക് മാർക്കായിട്ട് വച്ചേക്കണത്. അപ്പോൾ MJ ചോദിക്കുന്നുണ്ട്, അതിന് അയാൾ ജയിലിലല്ലേ? അപ്പോൾ ഈ ഓഫീസർ വേഗം തന്നെ ഫ്രണ്ടിലെ പേജ് എടുത്ത് കാണിക്കും. അപ്പോൾ അതിൽ ഹായ് ഡോക്ടർ എന്നും പറഞ്ഞ് ഡാരിൽ പേഴ്സണലായിട്ട് ഓട്ടോഗ്രാഫ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എം ജെ പറയും നമുക്ക് അയാളോട് തന്നെ ഒന്ന് സംസാരിച്ച് നോക്കിയാലോ. അങ്ങനെ അയാളുമായിട്ടൊരു വീഡിയോ കോൺഫറൻസിങ് പോലെ വിളിച്ച് സംസാരിക്കുകയാണ്. എം ജെ സംസാരിക്കാൻ നോക്കുമെങ്കിലും ഡോക്ടർ തന്നെ വേണമെന്ന് അയാൾ പറയും. അവസാനം ഡോക്ടറുടെ ഒച്ച കേൾക്കുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എങ്ങനെയുണ്ട് ലൈഫൊക്കെ, എൻ്റെ ബുക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ ഡോക്ടർ പറയും, അത് ഡെലിവറി ചെയ്ത ആളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ, നിനക്ക് അയാളെ അറിയാമോ? അപ്പോൾ ഡാരിൽ പറയും, അവൻ്റെ പേര് പീറ്റർ കുർട്ടൻ എന്നെന്തോ പറഞ്ഞേ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അത് 90s ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഒരു സീരിയൽ കില്ലറിൻ്റെ പേരല്ലേ? അപ്പോൾ അയാൾ പറയും, ആണോ, അവൻ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞിട്ടാണോ അയാൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വന്നത്? അപ്പോൾ അയാൾ പറയും, നോക്ക് ഡോക്ടറെ, ഈ പീറ്റർ എനിക്ക് ഒരുപാട് ലെറ്റേഴ്സ് എഴുതുമായിരുന്നു, അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാൻ അവനത് കൊടുത്തത്. അപ്പോൾ ഡോക്ടർ ചോദിക്കും, നീ എങ്ങനെ അയാളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തത്? അപ്പോൾ ഇയാൾ പറയും, എൻ്റെ ഫ്രണ്ടിനൊരു പരോള് കിട്ടി അങ്ങനെ. അപ്പോൾ ഇവർ ചോദിക്കും, നിൻ്റെ ഫ്രണ്ട് അയാളെ എവിടെ വെച്ചാൽ മീറ്റ് ചെയ്യണമെന്നൊന്ന് പറയാമോ എന്ന്. അപ്പോൾ അയാൾ പറയും, അത് പറയണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ അണ്ടർ ഗാർമെൻറ്റ്സിലെ അതിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം, സമ്മതമാണോ എന്ന് വയ്ക്കും. അപ്പോൾ ഡോക്ടർ പറയും സമ്മതമാണെന്ന്. അയാൾ അവർ മീറ്റ് ചെയ്യുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. എം ജെ വേഗം തന്നെ അവിടേക്ക് പോകുകയാണ്. അപ്പോൾ ഡാരിൽ ഈ ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടറെ ഞാൻ ജീസസിനെ പോലെയാണ്, എനിക്കും ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞാൽ അവരെന്തും ചെയ്യും, നിങ്ങളുടെ ലൈഫും ഡെത്തും ഞാൻ തന്നെയാണെന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ കുറേ അഭയാർത്ഥികൾ പോലെ കുറേ പേര് കൊണ്ടുവന്നേക്കാണ്. അവർ വേറെ ഏതോ ഭാഷയാണ്, കണ്ട ഒരു ജാപ്പനീസ് അങ്ങനത്തെ ഒരു ലുക്ക് തോന്നും. അപ്പോൾ അവിടെ ഭയങ്കര ബഹളമാണ്. കൂട്ടത്തിൽ ഒരാളെ ഹാൻഡ് കഫ് ഇടിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ടാവും. അപ്പം നിക്കോ വന്നിട്ട് ഗൺ എടുത്തിട്ട് ഡ്രോയിൽ ഇങ്ങനെ വയ്ക്കും, പൂട്ടാൻ മറന്നു പോകും. ഇയാളതൊക്കെ ഇത് കാണുന്നുണ്ട്. നിക്കോ അവിടെ നിന്ന് മാറുമ്പോൾ അയാൾ ആ ഗൺ എടുത്തിട്ട് പോക്കറ്റിൽ വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ റൂബൻ വന്നിട്ട് ഇയാളുടെ ഹാൻഡ് കഫ് ഊരും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വേഗം തന്നെ പോക്കറ്റിൽ നിന്ന് ഗണ്ണ് എടുത്തിട്ട് റൂബൻ്റെ നെറ്റിയിട്ട് ഇങ്ങനെ വയ്ക്കും. അയാൾ റൂബനെ ഒരു ഷീൽഡാക്കി മാറ്റിയിട്ട് ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എം ജെ ഓഫീസിലേക്ക് വരുമ്പോൾ ഇത് കാണുന്നുണ്ട്. എം ജെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അയാളുടെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്യും. അയാൾ താഴെ വീഴും. അപ്പോൾ റൂബന് ആശ്വാസമായി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ താഴെ വീണ ആളെന്ത് ചെയ്യുന്നത് വെച്ചാൽ തോക്കെടുത്തിട്ട് റൂബൻ്റെ ചെസ്റ്റിലേക്ക് ഷൂട്ട് ചെയ്യും. റൂബൻ അവിടെ മരിച്ചു വീഴാണ്. ഇതിനിടയിൽ ആൻറ്റിയും ആൻറ്റിയുടെ ബോയ് ഫ്രണ്ടും കൂടി പുറത്തേക്ക് പോവാണ്. ആൻറ്റി ഒരു ഗേ ആണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് നിക്കോയും എം ജെയും സംസാരിക്കുന്നതാണ്. അപ്പം നിക്കോ പറയും, നിങ്ങളെ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വരുമായിരുന്നു, ഞാൻ എപ്പോഴും വിചാരിക്കും അവനൊന്നും മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണ് അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. നിക്കോയുടെ കെയർലെസ് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് കാരണം അയാളെ ജോലി ഇന്ന് സസ്പെൻഡ് ചെയ്യാണ്. എം ജെ ഡോക്ടറെ കാണാൻ വന്നേക്കാണ്. എന്നിട്ട് അയാളെ മിസ്സായി എന്ന് പറയും. പോലീസ് സ്റ്റേഷനിൽ ഇന്നൊരു സംഭവം നടന്നു, റൂബൻ മരിച്ചു, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് അയാളെ മിസ്സായി, അവിടേക്ക് പോകാൻ പറ്റിയില്ല. റൂബൻ മരിച്ചതായിട്ടൊരു ഡോക്ടർക്കും നല്ല വിഷമം വരും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടറുടെ ഫോണിലേക്ക് ഒരു വോയിസ് മെയിൽ വരികയാണ്. അന്ന് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ സ്പീച്ച്. ഡോക്ടർ കോൾ എടുത്തിട്ട് പീറ്റർ കുർട്ടോ എന്ന് വിളിക്കും. അപ്പോൾ അയാൾ കോള് കട്ട് ചെയ്യും. അപ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട്, അയാൾ ഒരു പബ്ബിലാണ് നിൽക്കണത്. അവിടെ തന്നെ ആൻറ്റിയും ആൻറ്റിയുടെ ബോയ് ഫ്രണ്ടും ഉണ്ട്. ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡ്രിങ്ക്സിൽ എന്തോ കലർത്തിയിട്ട് അത് ആൻറ്റിക്ക് കുടിക്കാൻ കൊടുക്കും. എം ജെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇപ്പോൾ ഡോക്ടർക്ക് വന്ന കോൾ എവിടെ നിന്നാന്ന് നോക്കാൻ പറയും. ഡോക്ടർ എം ജിയോട് ചോദിക്കുന്നുണ്ട്, ഇനി എൻ്റെ സ്റ്റുഡൻസ് വല്ലതുമാണ്? അപ്പോഴാണ് ഡോക്ടർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. അന്ന് യൂണിവേഴ്സിറ്റിയിൽ സീരിയൽ കില്ലേഴ്സിൻ്റെ സ്പീച്ച് നടത്തിയപ്പോൾ ഈ കില്ലേഴ്സിൻ്റെയൊക്കെ പേര് പറഞ്ഞിരുന്നു. ആ ഓർഡറിലാണ് ഡോക്ടർ അത് പറഞ്ഞ അതേ ഓർഡറിലുള്ളവരുടെ പാറ്റേൺ ആണ് ഇയാൾ ഫോളോ ചെയ്യണത്. അങ്ങനെ നോക്കുമ്പോൾ അടുത്തത് ഡാമർ എന്ന സീരിയൽ കില്ലറിൻ്റെ പാറ്റേൺ ആണ്. അതായത് ഇനി അയാൾ കൊല്ലാൻ പോകുന്നത് ഒരു ആണിനെയാണ്. അപ്പോഴേക്കും സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് പറയും, ഡോക്ടർക്ക് വന്ന കോള് ഒരു സൗണ്ട് ഫാക്ടറിയിൽ നിന്നാണ്. എം ജെ വേഗം തന്നെ അവിടേക്ക് പോവാണ്. പിന്നെ കാണിക്കുന്നത് പീറ്റർ ആൻറ്റിയെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാണ്. എന്നിട്ട് ബാഗിൽ നിന്ന് ഒരു വലിയ വുഡ് കട്ടർ പോലത്തെ ഒരെണ്ണം എടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം ആൻറ്റിയുടെ തലയില്ലാത്ത ബോഡി വെള്ളത്തിൽ നിന്ന് കിട്ടാണ്. ഡോക്ടർ ന്യൂസ് കേൾക്കുമ്പോൾ ആകെ തകർന്നു പോകും. ഇത്രയും വർഷത്തിനിടയിൽ ഡോക്ടർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടെന്ന് പറയുന്നത് ആൻറ്റി ആയിരുന്നു. ഡോക്ടർ പറയുന്നുണ്ട്, ഇനി അവൻ ചെയ്യാൻ പോകുന്നത് ടെഡ് ബണ്ടിയുടെ പാറ്റേൺ ആണ്. ബണ്ടി 3 പെൺകുട്ടികളെയാണ് ഒറ്റ രാത്രി കൊന്നത്. സുഖമില്ലാത്ത ആളായിട്ട് അഭിനയിച്ച് പെൺകുട്ടികളുടെ അടുത്ത് ചെന്ന് ഹെൽപ്പ് ചോദിക്കും. അങ്ങനെയാണ് അയാൾ ആ പെൺകുട്ടികളെ കൊന്നത്. അതുമല്ല, അയാൾ ഒരു അടിപൊളി കാറാണ് ഉപയോഗിച്ചിരുന്നത്. പോലീസുകാർ വേഗം തന്നെ ആ മോഡൽ കാറുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുകയാണ്. എം ജെ പറയും, എല്ലാ ക്യാമ്പസിലും അറിയിക്കണം, പ്രത്യേകിച്ച് നീളമുള്ള മുടികളുള്ള പെൺകുട്ടികളോടൊക്കെ പരിചയമില്ലാത്ത ഒരാണുങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും പാടില്ല എന്ന്. കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് ഇവർക്ക് ആ കാർ ഓണേഴ്സിൻ്റെ ലിസ്റ്റ് കിട്ടുകയാണ്. ആൻറ്റിയുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് ലിസ്റ്റ് കാണിക്കുമ്പോൾ അതിൽ നിന്ന് അയാൾ ഈ കില്ലറെ കണ്ടുപിടിച്ച് കൊടുക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഡോക്ടർ ഒരു മാരേജ് ഫോട്ടോ എടുത്തിട്ട് അതിൽ പെണ്ണിൻ്റെ തല മാറ്റിയിട്ട് ഡോക്ടറുടെ തല ഒട്ടിക്കും. എന്നിട്ട് ആ ആണിൻ്റെ തലയെ എടുത്തിട്ട് ഒരു ഡെവിളിൻ്റെ തല വയ്ക്കും. പീറ്റർ കുർട്ടൻ ഐ ആം റെഡി എന്ന് പറഞ്ഞ് എല്ലാവർക്കും മെയിൽ അയക്കാണ്. കില്ലറിൻ്റെ അഡ്രസ്സ് കിട്ടി കാരണം എം ജെയും ബാക്കി പോലീസുകാരൊക്കെ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് നിക്കോ സാധനങ്ങളൊക്കെ എടുത്ത് പോകാൻ പോവാണ്. അപ്പം നിക്കോ പോകാൻ നേരത്ത് പറയും, എം ജെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയും.
ഈ പോലീസുകാരെല്ലാം പീറ്ററിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ബെഡ്റൂമിൽ അയാളുടെ ഗേൾ ഫ്രണ്ട് മരിച്ചു കിടക്കാണ്. താഴെ ബേസ്മെൻറ്റിൽ ചെന്ന് നോക്കുമ്പോൾ ആ റൂം ഇങ്ങനെ തുറക്കുമ്പോഴേക്കും അത് എക്സ്പ്ലോഡ് ചെയ്യും. ആ വീട് മൊത്തം ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ഭാഗ്യത്തിന് ആർക്കും ഒന്നും പറ്റില്ല. എപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ടി വിയിൽ ഇങ്ങനെ ന്യൂസ് കാണിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഡോറിൽ ആരോ ബെല്ലടിക്കും. അപ്പോൾ ഡോറിൻ്റെ ഹോളിൽ കൂടി നോക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന സെക്യൂരിറ്റി ഓഫീസറാണ്. കൂടെ വേറൊരാളും ഉണ്ട്. ഡോർ തുറന്നതും അവിടെ വന്നിരുന്നത് പീറ്റർ ആയിരുന്നു. അയാൾ സെക്യൂരിറ്റി ഓഫീസറെ ഷൂട്ട് ചെയ്തിട്ട് ഡോക്ടറെ അടിച്ച് ബോധം കെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോവാണ്. എം ജെ അവിടെ വന്ന് നോക്കുമ്പോൾ സെക്യൂരിറ്റി ഓഫീസർ മരിച്ചു കിടക്കണ കാണും. അകത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്ത് കിട്ടാണ്. അപ്പം അതിൽ പീറ്റർ ഡോക്ടറെ അന്ന് യൂണിവേഴ്സിറ്റിയിലിട്ട ഡ്രസ്സൊക്കെ ഇടിച്ചിരുത്തിയിട്ടുണ്ട്. എന്നിട്ട് എം ജെയോട് പറയും, നീ ഭയങ്കര സ്മാർട്ടാണെങ്കിൽ നിനക്കറിയാൻ പറ്റും ഇപ്പം ഞങ്ങൾ എവിടെയായിരിക്കും എന്ന്. നീ അവിടേക്ക് തന്നെ വരാൻ പറയണം. പിന്നെ കാണിക്കുന്നത് പീറ്റർ ഡോക്ടറെ അന്ന് ഡാരിൽ കെട്ടിവെച്ചതുപോലെ യൂണിവേഴ്സിറ്റിയിലെ ബാത്റൂമിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കാണ്. അപ്പോൾ ഈ കാല് ക്ലോസറ്റിൽ ഇങ്ങനെ മുട്ടണ കാരണം ഇങ്ങനെ ആടണില്ല, ഒരു ചെറിയൊരു ബാലൻസിൽ നിൽക്കുകയാണ്. അന്ന് നടന്ന പോലെ ഒരു സെക്യൂരിറ്റി ഓഫീസറെ അവിടെ കൊന്നിട്ടിട്ടുണ്ട്. എന്നിട്ട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ എല്ലാം കറക്റ്റ് അല്ലേ, അന്ന് നടന്ന പോലെ തന്നെയല്ലേ, എന്തെങ്കിലും കുറ്റമുണ്ടോ? എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഞാനും ആ ഫോട്ടോയിലൊക്കെ കണ്ട പോലെയാണ് ചെയ്തേക്കണേ. അന്ന് ഡോക്ടർ ആ യൂണിവേഴ്സിറ്റിയിൽ ലെക്ചർ എടുത്ത സമയത്ത് ആ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ ഇവനും ഉണ്ടായിരുന്നു, അതിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഡോക്ടർ ഓരോന്നും പറഞ്ഞ് അവനെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നുണ്ട്. നിന്നെ കൊണ്ടൊന്നും കഴിയില്ല, നീ മറ്റൊരാളുടെ പാറ്റേൺ അല്ലേ ഫോളോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവൻ പറയും, എനിക്ക് ഡോക്ടറുടെ സൂത്രമൊക്കെ മനസ്സിലായി, അങ്ങനെ നിങ്ങളെ ഞാൻ പെട്ടെന്നൊന്നും കൊല്ലില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ഈ എം ജെ വരണ ഒച്ച കേൾക്കാണ്. ഇയാൾ വേഗം തന്നെ ഡോക്ടറുടെ വായിൽ ടേപ്പ് എടുത്തൊട്ടിക്കും. എം ജെ അകത്ത് വരുമ്പോൾ ഈ ഡോക്ടറെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കണ കാണാണ്. അന്നത്തെ പോലെ തന്നെ ഈ പീറ്റർ ഈ എം ജെനെ പുറകിൽ കൂടെ വന്ന് കയറി പിടിക്കുകയാണ്. എന്നിട്ട് ഡോക്ടറോട് ചോദിക്കും, ഷൂട്ട് ചെയ്യണോ അതോ കത്തി വെച്ച് കൊല്ലണോ? ഡോക്ടർ ഈ കാല് ആ ക്ലോസറ്റിൽ ഇങ്ങനെ മുട്ടി നിൽക്കായിരുന്നു. ഡോക്ടർ മനഃപൂർവ്വം ആ കാലെടുത്ത് മാറ്റും. അപ്പോൾ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ ശ്വാസം കിട്ടാതെ പെടയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്ന് നടന്ന പാറ്റേൺ പോലെ വരില്ല. ഇയാൾ വേഗം തന്നെ അയ്യോ അങ്ങനെയല്ല എന്നും പറഞ്ഞ് ചെന്നിട്ട് മുറിച്ചു മാറ്റാണ്. ഡോക്ടർ താഴെ വീഴും. ഈ എം ജി ആയിട്ടുള്ള പിടി വേലയിൽ നേരത്തെ കുറെ ചില്ലൊക്കെ പൊട്ടിക്കിടപ്പുണ്ടായി. ഡോക്ടർ അതൊരു ചെറിയ ചില്ലെടുത്തിട്ട് ഇവന്റെ കാലിൽ കുത്താണ്. എന്നിട്ട് അവിടെ നിന്ന് ഓടി ബിൽഡിങ്ങിന്റെ റൂഫിലെത്താണ്. റൂഫിലെത്തി ഡോറ് തുറക്കുമ്പോൾ എന്താ ടെറസാണ്. അപ്പോൾ ഡോക്ടർക്കാണെങ്കിൽ ഓപ്പൺ സ്പേസ് പേടിയാണല്ലോ, അങ്ങോട്ടേക്ക് പോകാനൊരു പേടി. എന്നാലും രണ്ടും കൽപ്പിച്ച് കണ്ണു അടച്ചതുപോലെ ചുമരിൽ പിടിച്ച് പോവാണ്. അപ്പോഴേക്കും ഈ പീറ്ററും ഒരു കത്തിയായിട്ട് പുറകിലെത്തും. ഡോക്ടറെ കുത്താൻ പോകുമ്പോഴേക്കും എം ജെ ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യാണ്. ഈ വെസ്റ്റ് ഇട്ടത് കാരണം എം ജെക്ക് നേരത്തെ ഷൂട്ട് ചെയ്തപ്പോൾ അത്ര കാര്യമായിട്ടൊന്നും പറ്റിയിരുന്നില്ല. പീറ്റർ അവിടെ മരിച്ചു വീഴാണ്. പിന്നെ കാണിക്കുന്നത് ജയിലിൽ ഡാരിൽ ആർക്കോ ലെറ്റർ എഴുതാണ്. പീറ്ററിനെ കൊണ്ട് സാധിച്ചില്ല, ഇനി ഡോക്ടർ ഹെലൻ നിനക്കുള്ളതാണെന്നും പറഞ്ഞു. എല്ലാവർക്കും മൂവി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത മൂവിയുമായി വേറെ വീഡിയോ കാണാം. ബൈ.